മോളെ അകത്ത് കയറിയിരിക്കോട്ടോ, മേഡം ഇപ്പൊ വരും. ആ ശരി. ഇരിക്കും. ഞാനിപ്പോൾ അങ്ങനെ കഥയൊന്നും കേൾക്കാറില്ല കുട്ടി. മാം, ഇത് മാമിന് പറ്റിയ ക്യാരക്ടറാണ്. മാത്രമല്ല മലയാളികളെല്ലാം മാമിന് തിരിച്ചു വരാൻ വെയിറ്റ് ചെയ്യാണ്. അതൊക്കെ താൻ വെറുതെ പറയുന്നതല്ലേ. എന്നെയൊക്കെ ഇപ്പോൾ ആരോർക്കാനാ? അല്ല മാം. എടുക്കൂട്ടോ. വാഷ്റൂം അവിടെയാ. സാവിത്രി അമ്മ ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഓ വാ മോളെ. നല്ലോണം ഛർദിച്ചോ, നല്ലതാ. ഭയങ്കര ഛർദിലാണെങ്കിലേ ഇരട്ടക്കുട്ടികളായിരിക്കും. ഞാൻ ഗൂഗിളിൽ വായിച്ചിട്ടുണ്ട്. തനിക്ക് ട്വിൻസ് തന്നെയാ. മാം, ഞാൻ കഥ പറയട്ടെ? കഥ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ തനിക്ക് നിർബന്ധമാണെങ്കിൽ പറഞ്ഞു. ടൈലൻഡിലാണ് നമ്മൾ ഫോറൻസിക് സർജൻ്റെ പാസ്റ്റ് റിവീൽ ചെയ്യണത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷെ ഇത് ഹിറ്റാവണമെങ്കിൽ ഞാൻ തിരിച്ചു വരേണ്ട കാര്യമൊന്നുമില്ല. ഏതൊരു നല്ല ആർട്ടിസ്റ്റ് ചെയ്താലും ഇത് നന്നാവും. അത്രയ്ക്ക് ഡെപ്ത് ഉണ്ട് ഈ ക്യാരക്ടറിന്. മാം പ്ലീസ്, എനിക്ക് മാഡത്തെ കൊണ്ട് ഈ ക്യാരക്ടർ ചെയ്യിപ്പിക്കണം എന്നുള്ളത് വളരെ വലിയൊരു ആഗ്രഹമാണ്. സാറയ്ക്കിപ്പം ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. ഒരു 10 മാസം കഴിയട്ടെ. ഈ വീടും കുട്ടികളെയൊക്കെ വിട്ട് എനിക്ക് 3-4 മാസം ഒന്നും മാറി നിൽക്കാൻ പറ്റില്ല സാറ്. മാഡത്തെ പോലെ ഇത്ര ടാലൻ്റ് ഉള്ള ഒരാളെ വീട്ടിലിരിക്കാന്നൊക്കെ പറഞ്ഞാൽ 2003 തോന്നുന്നു ദാസാർ കലാപം എന്ന് പറയുന്ന സിനിമയുടെ കഥ പറയാൻ ഇവിടെ വന്നിരുന്നു. അന്ന് ഞാൻ അഭിനയമൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അശ്വിൻ അന്ന് 1 വയസ്സ്. ഗംഭീര കഥ, അതിലും ഗംഭീര ക്യാരക്ടർ. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് ആ റോള് റോസ്ലിന് പോയത്. അവർക്ക് അതിന് നാഷണൽ അവാർഡ് കിട്ടി, ബെസ്റ്റ് ആക്ട്രസിന്. അന്ന് എനിക്ക് വിഷമം തോന്നി. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ ആ അവാർഡിനേക്കാളും എത്രയോ വിലയേറിയ കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ നിന്ന് കിട്ടി. അതൊക്കെ കൊണ്ട് ഞാൻ ഹാപ്പിയാണെന്ന് തോന്നുന്നു. മോളെ ബാ 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 ബാ, അകത്ത് പോയി കളിച്ചോട്ടോ. ഇതാണോ കഥ പറയുമെന്നാള്? ആ അതെ അതെ. എങ്ങനെയുണ്ട് കഥ? ഇഷ്ടപ്പെട്ടോ? നല്ല കഥയാ. ഇവളോട് ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കാതെ അഭിനയിക്കാൻ പോയിക്കൂടെ എന്ന് എത്ര കാലമായിട്ട് പറയുന്നതെന്നറിയോ? വല്ല ആഡോ റിയാലിറ്റി ഷോയിലെ ജഡ്ജായിട്ടൊക്കെ പോകാൻ ഞാൻ നേരത്തെ സമ്മതം കൊടുത്താ. അതാകുമ്പോൾ കാശും കിട്ടും. പിന്നെ മലയാളത്തിലെ ഒരു പ്രിയപ്പെട്ട നടിയെ ഞാൻ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നുള്ള പരാതി അങ്ങ് മാറുമല്ലോ. സാറ് ഭാര്യയ്ക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഹസ്ബൻഡ് ആണല്ലേ? പിന്നെ റെസ്പെക്ട് വുമൺ എന്നല്ലേ? ശരി മാം, ഞാൻ ഇറങ്ങട്ടെ. മാം ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. ശരി ശരി. ശരി. ഒരു സമ്മതം കൊടുക്കില്ല. ഹലോ പപ്പ, ഹാപ്പി ആയില്ലേ? ആയില്ലെന്നോ? അവളുടെ ആദ്യത്തെ സിനിമയല്ലടാ. ഈ വാർത്ത കേൾക്കാൻ എത്ര കാലമായി കാത്തിരിക്കുന്നു. FTFS. സാറാ വേറൊന്നും പറഞ്ഞില്ലേ? വേറെന്ത് പറയാൻ? ഇതെന്താണ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചികിത്സാ സാധ്യതകൾ എന്തൊക്കെയാണ്, ചികിത്സിച്ചില്ലെങ്കിൽ ഡയബറ്റീസ് കൊണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ടാവാം എന്നൊക്കെ പറയുന്നതിനായി എന്നോടൊപ്പം ഡോക്ടർ ജോയ്സൺ അബ്രഹാം, അദ്ദേഹം എറണാകുളത്തെ ഗ്രൂപ്പ് ഹോസ്പിറ്റലിലെ ഡയബറ്റോളജിസ്റ്റാണ്. അദ്ദേഹത്തോട് ഇതാരാണോ ഈ നേരത്ത്?
ആ സാറാ ദേ പപ്പയും മമ്മിയും അവളെവിടെ? അകത്തുണ്ട്. ആഹാ, ഇപ്പോഴാണോ വിൻസെന്റെ വരാൻ തോന്നിയത്? ഒരു നല്ല വാർത്തയൊക്കെ അറിഞ്ഞിട്ട്. അതെ, പറമ്പിൽ കുറച്ച് പണിക്കാർ ഇരിപ്പുണ്ടായിരുന്നു, അതാ. അതൊക്കെ വിട്ടേച്ച് വരാൻ ഞാൻ പറഞ്ഞു. ഞാൻ ചെന്ന് എന്തേലും ഒരു മധുരം എടുത്തോണ്ട് വരട്ടെ. സന്ധ്യയും പിള്ളേരൊക്കെ എന്തോ പറയുന്നു? സുഖമായിരിക്കുന്നു. പിള്ളേരെ കൊണ്ട് വലിയ ശല്യാന്ന് തോന്നുന്നു. രണ്ടും ഭയങ്കര പോക്കരികളല്ലേ, മാനേജ് ചെയ്യാൻ. ഞാനെന്നാ അകത്തോട്ട് ചെല്ലട്ടെ, എനിക്ക് ഇച്ചിരി വർക്കുണ്ട്. ആ ശരി. നിങ്ങളെന്നാ സംസാരിച്ചിരിക്കും. ഇതെന്താ? ഇന്ന് എനക്കൊള്ളാം. പപ്പയമ്മ ഇത്ര ധൃതി പിടിച്ചു വരേണ്ട കാര്യമില്ലായിരുന്നു. വരാണ്ട് പിന്നെ കർത്താവിനെ 101 എഴുതിരി എന്നിരുന്നേ, അറിയോ? അത് ക്യാൻസൽ ചെയ്തേക്ക്. നീ എന്തോ സാറാ മോളെ പറയുന്നേ? മോളെ നീ കിച്ചണിലേക്ക്, ഞാൻ സംസാരിക്കും. എന്താടേ പപ്പ പറയട്ടെ, വാ. ആശം ഇതെത്ര ഹൈറ്റ് പറഞ്ഞു. കൊച്ചിയിലെ കൊതയല്ലേ? മോളെ എന്താ നിന്റെ തീരുമാനം? 6 മാസം കഴിയുമ്പോൾ ഷൂട്ട് തുടങ്ങും. നാളെ മുതൽ നല്ല പണിയുണ്ട്. ജീവൻ ഓക്കെയാണോ? ഇത്ര നാളും കുട്ടികളൊന്നും വേണ്ട, നമ്മൾ രണ്ടുപേരെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞവനിപ്പോൾ ആലോചിക്കണം പോലും. മോളെ കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് നോക്കാനുള്ള തീരുമാനം വളരെ എളുപ്പമാണ്. പക്ഷെ നീ ചെയ്യണമെന്ന് പറയുന്ന ഈ കാര്യമുണ്ടല്ലോ, അതത്ര എളുപ്പം തീരുമാനിക്കേണ്ട വിഷയമല്ല. പപ്പ, ജീവൻ്റെ കരിയറൊക്കെ ഒരു നിലയിൽ എത്തിയപ്പോഴാണ് ഈ തീരുമാനം എളുപ്പമല്ല ഉണ്ടായത്. ഇനി മുമ്പായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംസാരം പോലെ ആവശ്യമില്ലായിരുന്നു. മോളെ ഇതോടെ നിന്റെ സംവിധാന കരിയർ ഇല്ലാതായി പോകുന്നില്ലല്ലോ. പപ്പ, ഞാൻ സിനിമയ്ക്ക് വേണ്ടിയാണ് ഇത് വേണ്ടാന്ന് വെക്കുന്നതെന്ന് വിചാരിക്കുന്നത്. ഞാൻ ആരും മനസ്സിലാക്കിയെങ്കിലും പപ്പയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എല്ലാവരും ഒരേപോലെയാണ്, അല്ലാന്ന് വിചാരിച്ചാൽ ഞാനാ വീട്ടിൽ.